അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ രാജസ്ഥാൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ജൽമഹലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ജലത്തിൽ നിൽക്കുന്ന മഹലാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ചൂടായി കേട്ടോ. കോട്ടൂരി വണ്ടിയിലിട്ട് തണുപ്പ് കാറ്റിന് തണുപ്പുണ്ടെങ്കിലും ഇതിന് ഭയങ്കര ചൂടായി. റോഡൊക്കെ ക്രോസ് ചെയ്ത് പോവാണ്. ഇതാണ് ജൽമഹൽ. ഓക്കെ ബാ. അവിടെ ഇവിടെ എല്ലാം ഗേറ്റ് എന്നൊക്കെ പറയാമോ? ഓ, ഇവിടെ ആകെ കൂടെ ഒരു ബേളം കേട്ടോ. നമ്മൾ അങ്ങോട്ട് വന്നിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ഓരോരോ സാധനങ്ങൾ, ഫോട്ടോ, മറ്റേത് ഗൈഡ് കണ്ടോ. അല കണ്ടില്ലോ എല്ലാവരും. ഇവിടെ വാ. ഞങ്ങളിപ്പോൾ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു സ്കൂട്ടറിൽ ഒരുത്തം വിട്ടടിച്ച് വന്ന് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഗൈഡ് വേണോ. നമ്മുടെ കേരള രജിസ്ട്രേഷൻ കണ്ടിട്ട് എല്ലാവരും ഗൈഡ് ഭയങ്കര ഇതാണ്. ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് മേടിക്കും ഇത് മേടിക്കും, ഭയങ്കര ഇതൊക്കെയാണ്. ഇവിടുത്തെ ഇത് കൊള്ളാമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പിയൊക്കെ ഉണ്ട്. ഇതെല്ലാവരും കയറി ഇരിക്കാതിരിക്കാനായിരിക്കും. എന്നാ ഡ്രസ് ഇട്ടുണ്ടോ? यादगारी मेमोरी सर. Only यादगारी memory. Only 100 rupees. One dress photo, no changing, no problem sir. Only 2 minute photos. आगे के बाद में आएगा इधर आएगा. घूमेगा फोटो मिल जाएगा, टाइम वेस्ट नहीं होगा सर. Only 100 rupees में सर. ഫോട്ടോ എടുക്കാനായിട്ട് അവരുടെ ഡ്രസ് ഇട്ടിട്ട് അങ്ങ് കാണുന്നതാണ് ജൽമഹൽ അല്ലേ? കൊള്ളാം, അടിപൊളി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്താ ഇങ്ങനെ വെള്ളത്തിലായത്? ഇത് ഡാമാണ്. ഇതിങ്ങനെ തന്നെ ഉള്ളതായിരുന്നോ പണ്ടും? ശരി. ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് ഈ മഹൽ കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഡാം വല്ലതും നിറഞ്ഞിട്ട് വെള്ളം വന്നതായിരിക്കും. കൊള്ളാം. നമുക്ക് ബോട്ട് എടുത്ത് പോയാലോ? അതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട് ബോട്ട്. പക്ഷെ ഓ, അത് ശരി. അതിന്റെ അകത്തൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ചുറ്റിനും പോയി കാണാം. ആണോ? അവിടെ എന്തൊക്കെ പണി നടക്കുവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അലൗഡ് അല്ലാത്തത്. അത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആവുമെന്ന്, ഒരു വർഷം കഴിയുമ്പോൾ. ഇവിടെ എല്ലാം ഓരോരോ കരകൗശല പരിപാടികളാണ്. എല്ലാം കണ്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. मैग्नेट वगैरह देख लो सर. मैग्नेट फ्रिज पे लगाने के लिए मैग्नेट है. ब्लॉक से मेहंदी കൊച്ചു പിള്ളേരെ അയ്യോ, അടിപൊളി. എടാ പറക്കിനാ ഒന്ന് പറക്ക പിള്ളേരെ, പറക്കടാ, പറക്കുന്നില്ല. ഇത് ഒന്നും തിന്നാനും കൊടുക്കത്തില്ല. എന്നിട്ട് പറയാം പറക്കാൻ. പിന്നെ എങ്ങനാ പറക്കുന്നത്? കീച്ചയും വല്ലതും വേണോ? വീണ്ടും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് തേണ്ട ഇത് പാനിപ്പൂരിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്.
അപ്പോൾ ഇപ്പം ഞങ്ങൾ പാനിപ്പൂരി മത്സരിച്ച് കഴിക്കുന്നുണ്ടോണം. ഫസ്റ്റിൽ ആരാണ് നിൽക്കുന്നത്? ആരെങ്കിലും നിൽക്കണം. ആ നിന്നോ. ഞാൻ ഫസ്റ്റ് നിന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് വരും വീണ്ടും. ഇത് കറങ്ങി വരുമ്പോൾ നമ്മൾ കുടിച്ചിട്ടിരിക്കണം. അങ്ങനെ സംഭവം. ഇപ്പോൾ കണ്ടോണം സംഭവം പരിപാടി. പുള്ളി ഇവിടെ അരിയുന്നൊക്കെ ഉള്ളു. എന്താണ് ഇതിൻ്റെ മസാല? വേണ്ട, ഞാൻ ഫസ്റ്റ് നിന്നാൽ ശരിയാകും. എന്തോ കിട്ടി, എല്ലാവർക്കും കിട്ടി. യെസ്. मिक्स देना है, खट्टा मीठा मिक्स देना. मीठा और खट्टा. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഗോൽഗപ്പ. യെസ്. दीदी एमएससी थे उनको डाल दो ब्लॉगर. അതെ. ഇവിടെ അവിടെ अरे भैया इधर ഇത് നോക്കട്ടെ. ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് അല്ലയോ? നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് ഒട്ടാത്തിൻ്റെ അവിടെ നിന്ന്. അല്ല അങ്ങനല്ലയോ, നമ്മുടെ ആ പഴയ ഡ്രസ്സിൽ. അതാ പറഞ്ഞേ. ഞങ്ങൾ നേരത്തെ ഒരു വ്ളോഗിൽ കണ്ടങ്ങനെ. അവൻ ഭയങ്കര ചവയാ. ഓ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇനി എങ്ങോട്ടാ പറ? ഇനി ഞങ്ങൾ പോണേ ജന്തർ മന്തർ. ഇനി നമ്മൾ ജന്തർ മന്തറിലേക്ക് പോവുകയാണ്. ജന്തർ മന്ദിർ വന്നിരിക്കുക. ജന്തർ മന്ദിർ കേട്ടോ. ജന്തർ മന്ദിർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഗ്ലാസ് കണ്ടു. ഗ്ലാസ് മേടിക്കാൻ പോവാ. എന്നാ അതെടു. सही है भैया, बेस पे सही लग रहा है. ये बड़ा छोटा लग रहा है. थोड़ा इधर से वैसे लगता ही है. वो मेरा भी दार है. टी-शर्ट देख लो सर. 100 रुपए का टी-शर्ट अंदर में. 100 रुपए का टी-शर्ट देख लो अंदर में. എന്താ പറയുന്നത്? ഇത് ഇപ്പൊ ആരായിരുന്നു? സുസ്മിതാസൻ. യെസ്, സുസ്മിതാസൻ. ചുമ്മാ കൊള്ളാം അച്ഛ. നല്ല എത്ര? അതിനെത്ര? 100. ഇത്ര മേടിച്ചില്ല. കുറച്ച് തരാൻ പറ. അവിടുന്ന് മേടിച്ചു, ഇവിടുന്ന് മേടിച്ചു. ഒന്നിന്റെ ഞാൻ ഇതൊക്കെ ചുമ്മാ മേടിച്ചു വെക്കുക. ഞാൻ എന്നെ കൊണ്ട് വെപ്പിക്കുവാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. മേടിക്കടി. വേണ്ടേ? മേടിക്കടി. देखो मैडम, आपके फोटोग्राफी आपके अंदर काम में आएगा दीदी. फोटोग्राफी में दो फोटोग्राफी करने के काम में आएगा. लगाएंगे तो देखो आप. कैसे भैया, कैसे दिया? 100 रुपीज की, ज़्यादा महंगी नहीं. കൊള്ളാം കൊള്ളാം. We are same ना.
हाय हाय कितने अच्छे लग रहे हो। ये बड़ा 150 का सर। देखो सीट पहन के देखो थोड़ा। വണ്ടി ഇരിപ്പുണ്ട്. കൊള്ളാം കൊള്ളാം. നിനക്ക് വേണം മേടിക്കണോ? हेलो दीदी ഇന്ത്യ പറഞ്ഞ വണ്ടി ക്ലാസ് വണ്ടി ഇരിപ്പുണ്ട്. ആ ഇത് മേടിക്ക് ഇത്. ആ അതാ ഞാൻ പറഞ്ഞ നല്ലതാണ്. അത് പെണ്ണുങ്ങളുടെ ക്ലാസ് അത്. പിന്നെ മാച്ച് ചെയ്യുന്നുണ്ട് ഉടുപ്പ്. ആ ശരിയാ. അതല്ല ഞാൻ പറഞ്ഞേ. നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ ശരിക്ക്? ഉണ്ടോ? ആ മേടിച്ചോ. कितना है भाई? पिंक सिटी पिंक कलर। नो भैया तो कितना? हाँ ये। हाँ? क्या है भाई थोड़ा कम करो 4 पीस हमने ले लिया ना। ओ क्या है भाई? Sir selling 150 but group price 100. Oh, you can ask anywhere sir this price if you find this. I am a Kerala YouTuber, मलयाली YouTuber. ज्यादा आदमी लोग इधर आएगा इसको वीडियो लगा के। हाँ कितना? अच्छा सर ऐसे नहीं बोल रहा कि आगे महंगा, आगे भी 100 का मिलेगा। आगे जा ही नहीं रहे वो। नहीं सब जगह सर इसका सेम प्राइस है। ये अंदर ट्रस्ट की तरफ से होता है सर ये चीज। മേടിച്ചോ ചേച്ചി മേടിച്ചോ? देखो ये चलेगा देखो 30 और नहीं सर कॉस्ट ज्यादा बताते नहीं सर। क्या बात. सर इसमें 10-20% रहता है सर। अब इतना तो सर हम सुबह शाम तक बैठते हैं हम भी कमाएंगे। हम लोग कितना पीस ले लिया? 1 2 3 4. चलो 20 और दे दो बस 20 और दे दो। ये रेस्पेक्ट कम नहीं है सर सिर्फ रेस्पेक्ट वाली बात। 10 दूंगी ना आपका ना मेरा। 20 नहीं भैया बस थैंक यू। जब रिटर्न में आओ ना जब टी शर्ट वगैरह सब देख के जाना है। हाँ देखेगा रिटर्न में देख के जरूर जाना। हाँ yes. അതിന് എത്ര കൊടുത്തു? 80. നമ്മൾ പിന്നെ 4 പീസ് മേടിച്ചില്ല അമ്മാരുടെ കടയിൽ നിന്ന്. ഒരു 100 രൂപ കൊടുത്തു വാങ്ങിച്ചു. അതിനെല്ലാം 100 രൂപ മേടിച്ച് കൊടുത്തോണ്ടാ ഇത് അവൻ കുറച്ച് തന്നു. അല്ല തരത്തില്ല. അങ്ങനെ ഞങ്ങള് ടിക്കറ്റ് ഒക്കെ എടുത്തു. ജന്തർ മന്ദറായി. ഒരാൾക്ക് എത്ര രൂപയാണ് ടിക്കറ്റ്? 50 ഒരാൾക്ക് 50 രൂപ കേട്ടോ. സ്റ്റുഡൻ്റ് ആണെങ്കിൽ 20 രൂപ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഞങ്ങൾ അതോട്ട് പ്രത്യേകതയുണ്ട്. സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ആ അതെ ഇവിടെ എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും ഇതുണ്ട് കൺസിഡറേഷൻ ഉണ്ട് കൺസെഷൻ. അവർ ID കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 രൂപ ടിക്കറ്റ് എടുത്തുള്ളൂ. 20 അല്ല അതിനനുസരിച്ച് കുറയും ഇല്ലേടി? ഇവിടെ 20 ആയിരുന്നു. നമ്മൾ മറ്റേ ഇവിടെ പോയപ്പോഴും 20 രൂപ. യെസ് നല്ല വെയിലും ചൂടും ഉണ്ട്. ആ കുറച്ചു നേരം ഇവിടെ പാർക്കിലൊക്കെ ഇരിക്കാം. ഇവിടെ ഒന്നും ഇല്ല വെള്ളം മേടിക്കാൻ. ശരിയാ ഇതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കോച്ചപ്പുറമൊക്കെ. ബെഞ്ചിൽ ഇരിക്കാം ബാ. ആ എടി ഇത് ഉണ്ടാക്കിയേക്കുന്ന നീ നോക്ക എങ്ങനെയാണ് സംഭവം. താമരപ്പൂ അല്ല നമ്മളൊരു ഗെയിം പേപ്പറിലൊരു ഗെയിം വരച്ചില്ലേ? ആ നമുക്കൊരു സെന്റർ പോയിന്റിൽ എത്തണം. ഒത്തിരി വഴികളുണ്ട്. അതുപോലത്തെ ഒരു സാധനം ഇത്. ഞങ്ങളിവിടെ വന്ന് പാർക്കിൽ വന്ന് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് പോകാം. വെയിൽ നല്ല ഉച്ചയ്ക്ക് നല്ല വെയിലും ചൂടും കേട്ടോ. നല്ല വെയിലും ചൂടും ഉണ്ട്. എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടോ ഈ ആളെ ആരെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ പഴയ അരണ തന്നെയാണ്. കണ്ടോ കണ്ണാടി വെച്ചപ്പോൾ ആള് മാറിപ്പോയി. ആണ്ടാ സിനിയെ കണ്ടോ? സിനിയെ നോക്ക് ഈ കണ്ടോ ആള് മാറിപ്പോയി. എല്ലാ ആള് മാറിപ്പോയി. ദേണ്ട ഇരിക്കുന്നത് ഷാറുഖ് ഖാൻ. ആ ഇപ്പം MS ധോണി ആയി. കറക്റ്റ് MS ധോണി ആൻഡ് ഷാറുഖ് ഖാൻ. MS ധോണി നമ്മുടെ സുബിൻ. ഷാറുഖ് ഖാൻ ഞാൻ വെറുതെ പറഞ്ഞ. ഷാറുഖ് ഖാൻ ഒന്നും അല്ല, സൽമാൻ ഖാനാ. രാജസ്ഥാനിലെ ജയ്പൂരിൻ്റെ സ്ഥാപകനായ രജപുത്ര രാജാവ് സവായ് ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ച 19 ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ ഒരു ശേഖരമാണ് ജന്തർ മന്ദർ. 1734 ഈ സ്മാരകം പൂർത്തിയായത്. ലോകത്തിലെ ഏറ്റവും വലിയ ശിലാ സൺഡൈൽ എന്ന പ്രത്യേകത ഇതിന് ഉണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ് ജന്തർ മന്ദർ.
യന്ത്രം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ജന്തർ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ഇതിൻ്റെ അർത്ഥം ഉപകരണം എന്നാണ്. മന്ത്രം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് മന്ദർ വന്നത്. ഇതിൻ്റെ അർത്ഥം കണക്ക് കൂട്ടുക എന്നാണ്. അതിനാൽ ജന്തർ മന്ദർ എന്നാൽ കണക്ക് കൂട്ടൽ ഉപകരണം എന്നാണ് അർത്ഥമാക്കുന്നത്. ജയ്സിംഗ് ജന്തർ മന്ദറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് എപ്പോഴാണെന്നത് അജ്ഞാതമാണ്. ജ്യോതിശാസ്ത്രപരമായ സ്ഥാനങ്ങൾ നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിക്കാനായാണ് ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഈ സ്മാരകം തകരുകയും ജയ്പൂർ ജില്ലയിലെ അസിസ്റ്റന്റ് സ്റ്റേറ്റ് എഞ്ചിനീയറായി നിയമിക്കപ്പെട്ട അമച്ചർ ജ്യോതിശാസ്ത്രജ്ഞനായ മേജർ അർതർ ഗ്യാരറ്റിൻ്റെ മേൽനോട്ടത്തിലാണ് ആദ്യകാല പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത്. ആയിരത്തി 1728 നിരവധി ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെട്ടു. 1738 വരെ ചില ഉപകരണങ്ങളുടെ നിർമ്മാണം തുടർന്നു. 23 ജ്യോതിശാസ്ത്രജ്ഞന്മാർ വരെ ഇതിനായി ജോലി ചെയ്തിരുന്നു. 1743 ജയ്സിംഗ് മരിക്കുന്നതുവരെ ഒരു കേന്ദ്ര ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയമായി ഇത് തുടർന്നു. സമയം അളക്കുന്നതിനും ഗ്രഹണങ്ങൾ പ്രവചിക്കുന്നതിനും ഭൂമി സൂര്യനെ ചുറ്റുന്നതിനും പ്രധാന നക്ഷത്രങ്ങളുടെ സ്ഥാനം കണ്ടെത്തുന്നതിനും ഗ്രഹങ്ങളുടെ തകർച്ച കണ്ടെത്തുന്നതിനും ഒക്കെയായി 19 ഉപകരണങ്ങൾ ഈ നിരീക്ഷണാലയത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആ യന്ത്രങ്ങൾ യഥാക്രമം ചക്രയന്ത്രം, ദക്ഷിണഭീതി യന്ത്രം, ദിഗംശയന്ത്രം, ദിശയന്ത്രം, ജയപ്രകാശ് യന്ത്രം, കപാലി യന്ത്രം, കനാലി യന്ത്രം, മിശ്രയന്ത്രം, പൽഭയന്ത്രം, രാമയന്ത്രം, രാശിവലയന്ത്രം, ശാസ്താംഷ് യന്ത്രം, ഉണ്ണാതംസ യന്ത്രം, ബൃഹത് സാമ്രാത് യന്ത്രം, യന്ത്രരാജ് യന്ത്രം, യസ്തി യന്ത്രം, ധനുർ യന്ത്രം, കപാലയന്ത്രം, നാദിവാലയന്ത്രം എന്നിങ്ങനെയാണ്. ആയിരത്തി 800 വരെ ഇത് തുടർച്ചയായി ഉപയോഗത്തിലായിരുന്നു. പിന്നീട് അത് ഉപയോഗശൂന്യമായി. ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണകാലത്ത് പലതവണ പുനഃസ്ഥാപിച്ചു. പ്രത്യേകിച്ചും 1902 ജന്തർ മന്ദറിനെ 1948 ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചു. 2006 ഇന്ന് കാണുന്ന രീതിയിൽ പുനഃസ്ഥാപിച്ചത്. ഇന്ത്യയിൽ 5 ജന്തർ മന്ദറുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലുത് ജയ്പൂരിലേതാണ്.
1857 കലാപത്തിന് തൊട്ടു മുമ്പ് മധുരയിലെ ജന്തർ മന്ദർ പൊളിച്ചു മാറ്റിയതിനാൽ 4 ജന്തർ മന്ദർ മാത്രമേ നിലവിലുള്ളൂ. അത് ന്യൂഡൽഹി, ജയ്പൂർ, ഉജ്ജയിൻ, വാരണാസി എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. വിട്ടടിച്ച് ബിർള മന്ദിർ വന്നോട്ടെ. ബിർള മന്ദിർ ഭയങ്കര വെയിലും ചൂടുവാ, അതുകൊണ്ട് ഞങ്ങൾ ഗ്ലാസ് ഒക്കെ വെച്ച്. വെയിൽ അയ്യോ ശരിയാണല്ലോ. പിന്നെന്താ ഇവന്മാർ പിന്നെ എല്ലാം കൂടെ നടക്കുന്നപ്പോൾ പിന്നെ നമ്മളെങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കുന്നത്? അവിടെ ഫ്രീയാ, ഇവിടെ കാശ് കൊടുക്കണം. ആർക്കറിയാം, എല്ലാം വരുമ്പോൾ ബെറ്റ് കിട്ടുമെന്ന്. വണ്ടി പുറത്തിട്ട്, പക്ഷെ ഇവിടാണ് പാർക്കിംഗ് പ്ലേസ്. സത്യം പറഞ്ഞത് ഉണ്ട്, അവിടെ എഴുതുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. രാജസ്ഥാനി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ എവിടെ ചെന്നാലും ഉണ്ട് കേട്ടോ. 50 രൂപ. ആദ്യം 100 രൂപയായിരുന്നു, ഇപ്പൊ 50 രൂപയായി ഇല്ലേ? ഇത് ശിവന്റെ അമ്പലം. ഇത് ഫേമസ്. ഇത് ശിവമന്ദിറാണ് കേട്ടോ. ഇത് ശിവരാത്രിക്ക് മാത്രമേ തുറക്കത്തുള്ളൂ. ഇത് ശിവരാത്രിക്ക് മാത്രം പൂജയുള്ള അമ്പലമാണ്. ഇനി നമ്മൾ ബിർള മന്ദിർ അങ്ങോട്ടാണ് കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് അങ്ങനെ ബിർള മന്ദിർ കാണാനായിട്ട് പോകുന്ന ആൾക്കാരാണ്. യെസ്, ഇതാണ് അപ്പോൾ ബിർള മന്ദിർ. വൈറ്റ് മാർബിളിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പതിയെ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ വെയിലത്തും ഇങ്ങനെ പോകുന്നത്. കണ്ടേ, ഇങ്ങനെ നമ്മൾ കയറി ഇങ്ങോട്ട് വരുന്ന ബിർള മന്ദിർ. എന്താ തണുപ്പല്ലേ? എന്താ ഇതാണ് ബിർള മന്ദിറിൻ്റെ ഉൾവശം. ഇത് കൃഷ്ണനും രാധയും കൂടെ നിൽക്കുന്ന ഒരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.